നമസ്കാരം. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, വിശ്വപൗരൻ, തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ശശി തരൂർ പണ്ട് മൻമോഹൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ആ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലും ഒരുപോലെ കോളിളക്കം സൃഷ്ടിച്ച കൊച്ചി IPL വിവാദത്തിൽ അകപ്പെട്ടതോടുകൂടിയാണ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ശശി തരൂരിന് അന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. സംശയത്തിന്റെ നിഴൽ മാറുന്നതുവരെ മന്ത്രിസ്ഥാനത്ത് നിന്നും തുടരുന്നത് ഉചിതമല്ല എന്നുള്ള കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തെ തുടർന്നായിരുന്നു അന്ന് ശശി തരൂർ രാജിവെച്ച് പുറത്തുപോയത്. കോർ കമ്മിറ്റി യോഗത്തിലെ ഭൂരിപക്ഷ തീരുമാനത്തിന് കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി അന്ന് വഴങ്ങുകയും ചെയ്തു. അതിനുശേഷം മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ട പ്രകാരം ശശി തരൂർ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. ആ സമയത്ത് ശശി തരൂരിനൊപ്പം പുറത്തുപോയ മറ്റുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. അഴിമതിയുടെ പേരിൽ മാത്രം ഇന്ത്യൻ രാഷ്ട്രീയം ഓർമ്മിക്കാൻ പോകുന്ന ചില നേതാക്കളായിരിക്കും അവരൊക്കെ. എയർസെൽ കമ്പനിയുടെ ഓഹരികൾ മാക്സിസ് കമ്പനിക്ക് നിർബന്ധിച്ച് വിറ്റ കേസിൽ രാജിവെച്ച ദയാനിധി മാരൻ, അതിനോടൊപ്പം 2G സ്പെക്ട്രം അഴിമതിയുടെ പേരിൽ രാജിവെക്കേണ്ടി വന്ന A രാജ, റെയിൽവേ കോഴയുടെ പേരിൽ രാജിവെച്ച പവൻകുമാർ ബൻസാൽ, കൽക്കരിപ്പാടം അഴിമതിയുടെ പേരിൽ രാജിവെച്ച അശ്വനി കുമാർ, അതിനോടൊപ്പം സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ സ്ഥാനമൊഴിയേണ്ടി വന്ന സൽമാൻ ഖുർഷിദ് എന്നിവർക്കൊപ്പമായിരുന്നു അന്ന് ശശി തരൂരും രാജിവെച്ചൊഴിഞ്ഞത്. ആ അഴിമതി വീരന്മാരുടെ നിരയിൽ തന്നെയായിരുന്നു അന്ന് ശശി തരൂരിന്റെ സ്ഥാനമുണ്ടായിരുന്നത്. എന്തായാലും നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജനവിധി തേടുന്നുമുണ്ട്. നിലവിൽ എന്തായാലും ശശി തരൂരിന്റെ ഈ പഴയ കഥ സംഘപരിവാർ ഗ്രൂപ്പുകൾ സജീവമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ആ രാജിക്കഥ അവർ ആഘോഷമാക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അഴിമതിക്കാരനെയാണോ തിരുവനന്തപുരം വീണ്ടും തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന തരത്തിലാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ ഈ പഴയ കഥ ആഘോഷമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.